ഷാഫി, സ്വാഗതം. അപ്പോൾ ഞാൻ പക്ഷേ ഷാഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷാഫി കുറച്ച് അർജന്റീന വൈബാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്ന കാലം മുതൽ ഞാൻ ആ ടീമിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. മറ്റ് ടീമുകൾ നന്നായി കളിക്കുന്ന ടീമുകളൊക്കെ ആസ്വദിക്കാറുണ്ട്. ഈ തവണയും ഒരു 80ഓളം കളികൾ ഞാൻ മുടങ്ങാതെ കണ്ടിട്ടുണ്ട്. മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ബാക്കിയുള്ള കളികൾ കാണാതെ പോയത്. യാത്രകളും അത് ഇതൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഹരിനാരായണനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. സത്യത്തിൽ അർജന്റീന ആരാധകർക്കൊക്കെ തവണ വല്ലാത്തൊരു ടെൻഷൻ. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ തവണ കപ്പ് കിട്ടാത്ത കാലത്ത് പോലും നമ്മൾ ഇത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഇത്തവണ ഇറങ്ങുമ്പോൾ സമ്മർദ്ദങ്ങളില്ലാത്ത അർജന്റീന എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇത്രമേൽ സമ്മർദ്ദം അടിപ്പിച്ച ഒരു കൊല്ലവും ഒരു ലോകകപ്പ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്രമേൽ വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഫുട്ബോളിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത അസൂയ മാത്രം വെച്ച് വന്ന ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒക്കെ ലോകം മുഴുവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ചർച്ചകൾ, അത് അവസാനം ജാതീയത, വിഭാഗീയത, അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വരെ കൊണ്ട് ഈ ചർച്ചകൾ എത്തിച്ചതിൻ്റെ മെയിൻ കാരണം ഞാൻ പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ഒളിപ്പോരാക്രമണങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ തോറ്റ് മടങ്ങുന്ന ടീമുകൾക്കുണ്ടാകുന്ന അരിശം, അല്ലെങ്കിൽ ഒരു കാലത്ത് തോറ്റ് മടങ്ങുമ്പോൾ കളിയാക്കാൻ കിട്ടിയിരുന്ന ഒരു താരത്തെ അയാൾ തുടർച്ചയായ വിജയങ്ങൾ നെയ്തുകൊണ്ട് ഒരു ടീമിനെ നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ താരത്തെയും ആ ടീമിനെയും എന്ത് പറഞ്ഞ് ഇനി പരാജയപ്പെടുത്തും? കളിക്കളത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പം പിന്നെ കഥകൾ ഉണ്ടാക്കി പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ഗൂഢമായ ശ്രമം ലോകത്തിൻ്റെ നാനാഭാഗത്തും സമാന മനസ്കരായിട്ടുള്ള എല്ലാവരും കൂടെ, ഞാൻ അവരൊക്കെ മാനസിക വിഭ്രാന്തി ഉണ്ടായവരെന്നൊക്കെ പറയലുണ്ട്. അത്തരത്തിൽ കായികം, കല എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ഒരു മാർജിൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമ്മളാരും ഇക്കാലം വരെ അളന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങളൊക്കെ നമ്മുടെ ആഭ്യന്തരമായി പൊരുത്തപ്പെട്ടു പോകാത്ത മറ്റ് രാജ്യങ്ങൾ എങ്ങനെയൊക്കെ പിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള നമ്മൾ നോക്കൂ. അങ്ങനെയാണെങ്കിൽ അവർ വെറുക്കണ്ടേ? ഇതൊക്കെ ഈ സംഭവം തന്നെയാണ്. ഒരാൾ പരാജയത്തിൻ്റെ പടുകുഴിയിൽ പലതവണ ജയിച്ചു എന്ന് കരുതുന്ന സ്ഥലത്ത് പോലും അയാളുടെ പിഴവ് കൊണ്ട് തോറ്റു മടങ്ങുമ്പോൾ അയാൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ സ്വയം മെനക്കെടുത്ത് മൂർച്ച കൂട്ടി 39ാമത്തെ വയസ്സിലും കളന്നെറിഞ്ഞ് ആടുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ തീർക്കലാണ് നമ്മൾ ഈ കാണുന്ന ടെൻഷൻ, വേറൊന്നുമല്ല. അപ്പോൾ എന്തായാലും മെസ്സി അത് വല്ലാത്തൊരു അത്ഭുതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലരും പറയുന്നുണ്ട് 39 വയസ്സായി, പക്ഷെ ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല. ഒരു 19കാരനെ പോലെ വല്ലാതെ കളിച്ച് അങ്ങനെ നമ്മളെ അങ്ങനെ ഓരോ മൊമെന്റിലും അങ്ങനെ കോരിത്തെരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് സത്യം പറഞ്ഞാൽ മറഡോണ അർജന്റീനയ്ക്ക് വേണ്ടി കപ്പടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു അത്യാവശ്യം ഫുട്ബോളിനെ പറ്റി തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്ന പ്രായത്തിലേക്ക് വരുമ്പോൾ 90s ഞങ്ങൾ ആസ്വദിച്ച താരങ്ങളാണ് ഈ പിന്നെ ബാറ്റിസ്റ്റൂട്ട, മറഡോണ, കനീജ, ക്രെസ്പോ, അതുപോലെ റെഡോണ്ടോ, അങ്ങനെ കുറേ പേര് നമ്മളെ എന്താ പറയുക, അതിനുശേഷം പിയോള്, അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ മെച്ചൂർഡായതിനു ശേഷം ഡിമേരിയ അടങ്ങുന്ന മെസ്സി ടീം ഇങ്ങോട്ട് വന്നതോടുകൂടി വിശ്വാസം അർപ്പിച്ച് കാത്തിരുന്നു. പലതവണ പരാജയപ്പെട്ടെങ്കിൽ കൂടെ നമ്മൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പര്യവസാനം നമുക്ക് തരാനുള്ളതൊക്കെ മുഴുമിപ്പിച്ച് തന്നത് ഒരു അവസ്ഥയായിരുന്നു ലുസൈൽ സ്റ്റേഡിയത്തിൽ നമ്മൾ ഖത്തറിൽ കണ്ടത്. ഞാനും പറഞ്ഞ പോലെ ഖത്തറിൽ പോയി, ഫൈനലല്ല അതിന് മുമ്പുള്ള മെക്സിക്കോയായിട്ടുള്ള കളി, ആദ്യ ജയം നേടിയ മെക്സിക്കോയായിട്ടുള്ള കളി നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷങ്ങളോട് അതിനെ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ വിജയം ആവർത്തിക്കും. ഇപ്പോൾ സ്പെയിനായിട്ടുള്ള കളി വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാരെക്കാളും സ്പെയിനിൻ്റെ കളിയുടെ എല്ലാ ഫോർമാറ്റും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് മെസ്സി. കാരണം അവരോടൊപ്പം കളിച്ച് ആ കുട്ടികളോടൊപ്പം ക്ലബിൽ ഈ കളിച്ചുകൊണ്ടിരുന്ന 10-20 കൊല്ലം അദ്ദേഹം എന്താ പറയുക ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയകൾ ചർച്ച ചെയ്ത് കളിച്ച കൂട്ടത്തിലുള്ള കളിക്കാരാണ്. അതിലൊരു 6-7 പേര് ഇപ്പോൾ സ്പെയിനിൻ്റെ ടീമിലുണ്ട്. അപ്പോൾ
അവരുടെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് മെസ്സിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതൊന്നും പരിചയമില്ലാത്ത ആദ്യമായിട്ട് ഇംഗ്ലണ്ട് മെസ്സിയോട് മുട്ടാൻ വരുന്നു, ഞാൻ അങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇംഗ്ലണ്ടിനോട് ആദ്യമായിട്ട് മെസ്സി കളിക്കുന്നതല്ല. മെസ്സിയോട് ആദ്യമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സ്ഥിതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ്. അവർ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ ഗോളടിപ്പിക്കാതിരിക്കാം, എത്ര പൂട്ടാൻ ശ്രമിച്ചിട്ടും മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ഗോളടിപ്പിക്കാം എന്നുള്ള കഥ, ചരിത്രം കാലുകൊണ്ട് മെനയായിരുന്നു ആ മനുഷ്യൻ. വായടപ്പിച്ച് കളഞ്ഞു. ഈ വെറുപ്പൻ ടീമുകളെ കൊണ്ടുപോലും തിരുത്തി പറയിച്ചു. ഇതെന്തൊരു അത്ഭുതമാണ്. 85-ാം മിനിറ്റിന് ശേഷമൊക്കെയാണ് ഒരു എന്താ പറയുക, ഒരു ഗോളിന് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ടീമിനെ ഒരു മനുഷ്യൻ ഇത്രമേൽ ഊർജ്ജസ്വലനായി കളിച്ച് എന്തായിരുന്നു ആ ഡ്രിബിളിങ്, അദ്ദേഹത്തിന്റെ സ്കില്ല് ഇപ്പോഴും ഒരു 20 വയസ്സുകാരൻ 25 വയസ്സുകാരൻ്റെ കളി ഇന്നും അയാളുടെ കാലുകളിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫൈനലിൽ ഒരു തവണ കൂടി അദ്ദേഹം കപ്പ് കരസ്ഥമാകട്ടെ. വേൾഡ് കപ്പ് 2 കരങ്ങളിൽ ഏന്തി നിൽക്കുന്ന മെസ്സിയുടെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.